അപ്പോൾ നമ്മോടൊപ്പം ഇന്നുള്ളത് ജഗൻ നാരായണനാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് ആയിട്ടുള്ള ഇത് നോക്കൂ, അവാർഡൊക്കെ വാങ്ങിച്ച് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജഗൻ നാരായണൻ നമുക്ക് എന്തായിരുന്നു മെയിൻസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡും മെയിൻസും അഡ്വാൻസ്ഡും ഒരുപോലെ ക്വാളിഫൈ ചെയ്ത് നല്ല മിടുക്കനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കീമിലും നല്ല ഉയർന്ന റാങ്ക് ഉണ്ട്. അപ്പോൾ എത്രയായിരുന്നു റാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. മെയിൻ്റെയും മെയിൻസിന് 2596 ആയിരുന്നു, അഡ്വാൻസിന് 5105 ആയിരുന്നു, കീമിന് 421 ആണല്ലേ. ഓക്കെ. അപ്പം മോൻ്റെ വീട് എവിടെയായിരുന്നുടാ? മാവേലിക്കരയിലാണ്. അപ്പോൾ മാവേലിക്കരയിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുക. അപ്പം ഏത് ബാച്ചിലാണ് മോൻ ജോയിൻ ചെയ്തിരുന്നത്? ഇന്റഗ്രേറ്റഡ് ആണല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെയാ +1 +2ന്റെ ഒപ്പം തന്നെ ഈ എൻട്രൻസും എങ്ങനെയാ കൊണ്ടുപോയിരുന്നത്, ഹാൻഡിൽ ചെയ്ത് കൊണ്ടിരുന്നത്? എന്നിട്ട് സ്മൂത്ത് ആയിരുന്നു. കാരണം നമുക്കൊരു നാക്ക് കിട്ടിയാൽ അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വരാൻ കുറച്ച് സമയം എടുത്തു, എങ്കിലും എത്തിയപ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് തന്നെ പോയി. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ മോനെ യൂസ്ഫുൾ ആയിരുന്നു? അതായത് ഏതായിരുന്നു കൂടുതൽ മോനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ബ്രില്യൻറ്റിൻ്റെ പ്രൊവൈഡ് ചെയ്തിരുന്നതിൽ? ഈ മോഡൽ എക്സാംസ് ഒരുപാട് നടത്തിയത് നല്ലതായിരുന്നു. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ എക്സാം രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയത്, മൂക്കായിട്ട് കുറേ എക്സാംസ് മെയിൻസിന് മുമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ഡിഫിക്കൽട്ടി ലെവലിൽ ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്ന കുറേ എക്സാംസ് എഴുതിയതുകൊണ്ട് ഏത് രീതി വന്നാലും നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകത്തില്ലാത്തൊരു രീതിയിലോട്ട് മെയിൻസിലെത്താൻ പറ്റി. അഡ്വാൻസ് ആണെങ്കിൽ തന്നെ കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു വഴികാട്ടി പോലെ നിന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നോ? എന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചറെ ജോസഫ് സാറും പിന്നെ കോർഡിനേറ്ററായ ബിജു സാറും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാ എക്സാം കഴിഞ്ഞിട്ടും ക്ലാസ്സിൽ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. റാങ്ക് ലിസ്റ്റ് വായിച്ച് എല്ലാവരെയും മുമ്പോട്ട് വരാൻ പ്രചോദിപ്പിക്കുമായിരുന്നു. പിന്നെ പിയർ ഗ്രൂപ്പ് ക്ലാസ് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിരുന്നു. കാരണം നമ്മളെ അവിടോട്ട് എത്തിക്കാൻ നമ്മുടെ ക്ലാസ് ഒരുപാട് സഹായിച്ചു. കൂടെ ഇരിക്കുന്നവരിങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഡൗട്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിലായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ ഒരുപാട് വളർന്നു. അങ്ങനെ അതാണ് മെയിനായിട്ട് തോന്നിയത്. ആണല്ലേ. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് നമുക്ക് ഒരു അഡ്മിഷൻ ശരിയായിട്ടുണ്ടോ മോനെ? ഇപ്പോഴും ജോസ കൗൺസിലിംഗിന്റെ ഇടയ്ക്കാണ്. അപ്പോൾ കിട്ടിയേക്കുന്ന സീറ്റ് IIT ഹൈദരാബാദിലെ മെറ്റീരിയൽ സയൻസ് ആണ്, പക്ഷേ ഇപ്പോഴും ഫ്ലോട്ടി കിടക്കുവാണ്. ആണല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രില്യൻറ്റിലേക്കുള്ള ഒരു വഴി എങ്ങനെയാണ് വന്നത് മോൻ? ഒരു 10th മുമ്പ് തന്നെ ഫൗണ്ടേഷന് പോയതുകൊണ്ട് പിന്നെ എല്ലാവരും ഏത് വഴിക്കാണ് പോകുന്നത് മനസ്സിലായി. ചില സീനിയേഴ്സൊക്കെ ഇതുപോലെ ഇന്റഗ്രേറ്റഡ് +2 പഠിച്ച് നല്ല IIT ക്വാളിഫൈ ചെയ്തൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ഫൗണ്ടേഷൻ്റെ എൻട്രൻസ് എക്സാം വഴി ഇവിടെ കയറി. അപ്പോൾ ആ ഒരു ജേണി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ള റിസൾട്ട് ആയിട്ടാണ് മോൻ നിൽക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേണി ഇങ്ങനെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് മോന് മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഘടകം എന്ന് പറയുന്നത്? ഫാമിലി നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അവരില്ലെങ്കിൽ നടക്കത്തില്ലല്ലോ. കാരണം ഇങ്ങനൊരു സ്ഥലത്ത് പോയി അതിനുള്ള ഇൻസെൻറ്റീവും ആ ഒരു കാരണം ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അവരവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടിവേഷൻ തന്നെ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ ബ്രില്യൻറ്റിന്റെ എല്ലാ രീതികളുമായിട്ടും? എല്ലാ ആഴ്ചയും ഒന്ന് കാണുമായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയാണെങ്കിലും ടെൻഷനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ വിളിച്ച് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ 8ാം ക്ലാസ് തൊട്ടേ പഠിച്ചു തുടങ്ങിയതാണ്. +1 +2 കഴിഞ്ഞു, ഇന്റഗ്രേറ്റഡ് ബാച്ച് ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞതേ 3-4 എക്സാംസ് വരെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ഫ്യൂച്ചറിലും മോൻ ഇഷ്ടമുള്ള എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.